വിഷ്ണുമായ എന്ന് പറയുന്ന ദേവനെ, വിഷ്ണുമായ ചാത്തൻ, രണ്ട് രീതിയിലാണ് നമുക്കതിനെ ചിന്തിക്കാൻ പറ്റുക. ആ ഒരു ദേവതയെ വിഷ്ണുമായ ചാത്തൻ എന്ന് പറയുമ്പോൾ പലപ്പോഴും പല ആൾക്കാരുടെയും സംശയമാണ് അതൊരു ദുർദേവതാ മൂർത്തിയാണ് എന്നുള്ളൊരു വലിയ ഒരു സംശയം പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മുടെ അമ്പലത്തിൽ വരുമ്പോഴും അങ്ങനെ ഒരു ദേവതേനെ ഞാൻ ഇതിന് പറയുന്നതല്ല, പല ആൾക്കാരും ഇവിടെ മുഖം മറച്ച് വരുന്ന ആൾക്കാർ വരെ ഉണ്ടെന്ന്. ശരിക്കും വിഷ്ണുമായ എന്ന് പറയുന്ന ദേവനെ ഒരു ദുർദേവതയായിട്ട് ഒരിക്കലും സങ്കല്പിക്കാൻ നമുക്ക് കഴിയില്ല. അത് പ്രകൃതിയാണ്, ഒരു എന്താ പറയുക, നമ്മുടെ പ്രകൃതിയാണ്. എല്ലാം വിഷ്ണുമായയാണ്. ഇവിടെ ഈ പ്രപഞ്ചം മുഴുവൻ വിഷ്ണുമായയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പരബ്രഹ്മം എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ് ശരിക്കും വിഷ്ണുമായ എന്ന് പറയുന്നത്. ഭഗവാൻ മഹാവിഷ്ണുവാണ് ബ്രഹ്മം എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൻ്റെ ഒരു മായാരൂപത്തെയാണ് പരബ്രഹ്മം എന്ന് പറയുന്നൊരു സങ്കല്പവും നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പോൾ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ രണ്ട് രീതിയിൽ, അതായത് വിഷ്ണുമായ എന്ന് പറയുന്ന ദേവൻ്റെ ഉത്ഭവം എവിടെ നിന്നാണെന്ന് നമുക്ക് ആദ്യം തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് വിഷ്ണുമായ, എവിടെ നിന്നാണ് അതിൻ്റെ ഉത്ഭവം? അങ്ങനെ നോക്കുമ്പോൾ യാ ദേവി സർവഭൂതേഷു വിഷ്ണുമായ ശബ്ദിത നമസ്തസ്സി 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 നമോ നമ. ഇത് ദേവീ മഹാത്മ്യത്തിലെ ഒരു പ്രമാണമാണ്, അല്ലെങ്കിൽ ഒരു ശ്ലോകമാണ്. അതിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണുമായ എന്ന നാമത്തിൽ എല്ലായിടത്തും ത്രിഗുണങ്ങളാൽ, അതായത് സത്വം തമോ രജഗുണങ്ങളാൽ പ്രശസ്തിയുള്ളവളെ, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലെ എല്ലായിടത്തും വിഷ്ണുമായ എന്ന നാമത്തിൽ പ്രസിദ്ധയായവളെ ഞാൻ നിന്നെ നമസ്കരിക്കുന്നു എന്നുള്ള രീതിയിലാണ് അതൊരു പ്രമാണം പറയുന്നത്. അങ്ങനെ ദേവി മഹാത്മ്യത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു 3 ഗുണത്തിലാണ് ആ ദേവി, അല്ലെങ്കിൽ ത്രിഗുണം, രജസ്, തമസ്, സത്വഗുണം എന്നുള്ള രീതിയിൽ വരുമ്പോൾ ആ രീതിയിൽ തന്നെയാണ്, 3 രീതിയിലാണ് ആ ദേവത അവിടെ സങ്കല്പിക്കുന്നത്. അതെങ്ങനെയാണെന്ന് പറയുമ്പോൾ ഈ മഹിഷാസുരനെ വധിക്കാൻ വേണ്ടി ഭഗവതി ആദ്യ രൂപം എടുത്തു എന്നുള്ളതാണ്. അതായത് ഈ മഹിഷാസുരൻ ദേവലോകവും കീഴടക്കുമ്പോൾ ഈ ദേവേന്ദ്രനും മറ്റുള്ള ദേവന്മാരും ഗന്ധർവന്മാരെല്ലാം പോയിട്ട് ശിവൻ്റെ അടുത്ത് പോയി കാര്യങ്ങൾ പറയുകയുണ്ടായി. അപ്പോൾ ശിവൻ പറയുകയാണ് മഹാവിഷ്ണുവിൻ്റെ അടുത്ത് ഉണർത്തിക്കുക, കാര്യങ്ങൾ എന്താ മഹാവിഷ്ണുവിൻ്റെ അടുത്ത് പറയൂ എന്നുള്ള രീതിയിൽ. അങ്ങനെ മഹാവിഷ്ണു ആണെങ്കിൽ ഒരു മഹാപ്രളയത്തിൽ വന്ന് അതിൽ കടലിൻ്റെ പാലാഴിയിൽ യോഗനിദ്രയിലിരിക്കുകയായിരുന്നു. അങ്ങനെ നിദ്രാഭഗവതീനെ ഭഗവാന്റെ കണ്ണിൽ നിന്നും പ്രാർത്ഥിച്ച് മാറ്റി. അതിനുശേഷം ഭഗവാന്റെ കൺപീളകളിൽ നിന്നുമുണ്ടായ 2 അസുരന്മാരെയും വധിക്കുകയല്ല, അതൊരു കോംപ്രമൈസ് ടോക്കായിരുന്നു. മഹാവിഷ്ണു ഈ പറഞ്ഞ 2 അസുരന്മാരുണ്ട്, അതിനുള്ള കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് പറയാം. അങ്ങനെ മഹാവിഷ്ണു ഉണർന്ന് എന്തിനാണ് എന്നെ ഉണർത്തിയതെന്ന് ചോദിച്ചപ്പോഴാണ് അത്ര ഇങ്ങനെ ഒരു അസുരൻ, മഹിഷാസുരൻ എന്ന് പറയുന്നൊരു അസുരൻ ദേവലോകത്തിൽ നിന്ന് എല്ലാവരെയും പുറത്താക്കി അദ്ദേഹം ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള സങ്കല്പക്കാത്ത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഭഗവാൻ ഇത് കേട്ടിട്ട് ഭഗവാൻ വളരെ കോപിഷ്ഠനായി, വളരെ ദേഷ്യം വന്നു. മഹാവിഷ്ണുവിന് വലിയ സ്ഥിതിയുടെ ഭഗവാനായിട്ടുള്ള മഹാവിഷ്ണുവിന് വലിയ ദേഷ്യം വന്നു. ഭയങ്കരമായിട്ട് രോക്ഷാകുലനായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം ചുമന്ന് അതിൽ നിന്നും വന്ന ഒരു ചൈതന്യം, ആ ഒരു മുഖത്തിൽ നിന്നും വന്ന ഒരു മായാ ചൈതന്യം ഭൂമിയിൽ അവിടെ വരികയുണ്ടായിരുന്നു. അത് അഗ്നി പോലെ വന്നു അത്രേ. അപ്പോൾ അപ്പോഴാണ് ആ ചൈതന്യം, അല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ ആ മായാരൂപത്തെ ശിവനും ബ്രഹ്മാവും ദേവഗണങ്ങളും മറ്റുള്ള ഗന്ധർവന്മാരും തുടങ്ങിയിട്ടുള്ള ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ദേവന്മാരും അവരവരുടേതായിട്ടുള്ള ആയുധങ്ങൾ കൊടുക്കേണ്ടായി. അതുപോലെ തന്നെ അവർക്ക് സോമരസം കൊടുക്കുകയുണ്ടായി. അതുപോലെ തന്നെ ശിവനാണെന്നുണ്ടെങ്കിൽ ത്രിശൂലം ആ ഭഗവതിക്ക് കൊടുക്കുകയുണ്ടായി. അതിൽ നിന്നും എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയ ആ ഭഗവതി, അതായത് 3 ഗുണങ്ങളിലും
ഇതൊക്കെയാണ് രജസ് തമസ് സത്വഗുണങ്ങളിലും എല്ലാ ഗുണങ്ങളും ഒത്തുചേർന്നിട്ടാണ് അത്ര ഈ ഭഗവതി ആ വിഷ്ണു മായയിൽ നിന്നും വിഷ്ണുവിൻ്റെ ആ ചൈതന്യത്തിൽ നിന്നും മറ്റുള്ള ദേവന്മാരെല്ലാവരും ആ ചൈതന്യം കൊടുത്തിട്ടാണ് ആ ദേവി അവിടുന്ന് എന്തായിട്ടുള്ളത് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. എന്നിട്ടാണ് മഹിഷാസുരനെ വധിച്ചതും. മഹിഷാസുരനോട് ദേഷ്യം വരുന്നില്ല അത്ര ഈ ഭഗവതിക്ക്, കാരണം ഭഗവതിയുടെ മകൻ തന്നെയാണെന്നുള്ളൊരു ചിന്ത ദേവിക്ക് വന്നു അത്രേ. അപ്പോൾ ദേവി സോമരസം കുടിച്ചിട്ട് അകത്തേക്കാക്കിയിട്ട് മധു കഴിച്ചിട്ടാണ് അത്ര ആ ദേഷ്യം വന്നിട്ട് ആ മഹിഷാസുരനെ വധിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു രൂപം, പിന്നീട് ശുംഭനിശുംഭന്മാരെ വധിക്കാൻ വേറൊരു രൂപം, പിന്നീട് സുദർശന രൂപത്തിൽ വന്ന് ജലാസന്ധരനെ വധിക്കുന്നു. ഇതും ഈ വിഷ്ണുമായ തന്നെയാണ്. പിന്നീട് എല്ലാ അസുരന്മാരെയും വധിക്കാൻ വേണ്ടി പല പല രൂപത്തിലും ഈ വിഷ്ണുമായ രൂപം പൂണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു അവസാനം ഒരു കാട്ടുസ്ത്രീ, ഒരു കാട്ടുസ്ത്രീ വിഷ്ണുമായയിലേക്ക് പ്രാർത്ഥിച്ച് ഭഗവതിയെ ശിവനെയും വിഷ്ണുവിനെയും മനസ്സിലെത്തി നന്നായി പ്രാർത്ഥിച്ച് ആ കാട്ടുസ്ത്രീയുടെ ഭക്തിയിൽ തന്നെ, ആ കാട്ടുസ്ത്രീയിൽ തന്നെ കാട്ടുസ്ത്രീയുടെ ഉദരത്തിൽ തന്നെ വീണ്ടും വിഷ്ണുമായ ഭൃംഗാസുരനെ വധിക്കുവാൻ വേണ്ടി വീണ്ടും വിഷ്ണുമായ രൂപം പൂണ്ടു. ആ രൂപം പൂണ്ടതാണ് വിഷ്ണുമായ ചാത്തൻ. അപ്പോൾ എന്താ പറയണേ, വിഷ്ണുമായയെ പല രൂപങ്ങൾ എടുത്തിട്ടുണ്ട്. പല രൂപങ്ങളിലും പല കർമ്മങ്ങളെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിഷ്ണുമായ രൂപം. അവസാന അവതാരമാണ് വിഷ്ണുമായുടെ അവതാരമാണ് വിഷ്ണുമായ ചാത്തൻ. കൂളിവാക എന്ന കാട്ടുപെണ്ണിൽ ജനിച്ച വിഷ്ണുമായ ചാത്തൻ. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, വിഷ്ണുമായയ്ക്ക് എന്തില്ല, രൂപമില്ല. വിഷ്ണുമായയ്ക്ക് രൂപമില്ല, വിഷ്ണുമായയ്ക്ക് ലിംഗവ്യത്യാസമില്ല. അവസാന വിഷ്ണുമായയുടെ ജനനം പുരുഷജനനാണ്. ലിംഗവ്യത്യാസമില്ല, ഭഗവാന് രൂപമില്ല. ഏതു രൂപത്തിലും ഭഗവാനെ പ്രാർത്ഥിക്കാം. അതുകൊണ്ട് തന്നെയാണ് പരബ്രഹ്മം എന്ന് നമ്മൾ ഭഗവാനെ സങ്കല്പിക്കുമ്പോൾ പറയുന്നത്. പരബ്രഹ്മമാണ്. ആ ഭഗവാനിലേക്ക് എല്ലാം നമ്മൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ അത് വിളി കേട്ട് ഈ വിഷ്ണുമായ എന്ന് പറയുന്ന ഭഗവാനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ശരിക്കും ഈ സമസ്ത പ്രപഞ്ചത്തിലെയും എല്ലാ ദേവന്മാരെയും പ്രാർത്ഥിക്കുന്നതിൻ്റെ തുല്യമാണ് വിഷ്ണുമായനെ നമ്മൾ പ്രാർത്ഥിക്കുക. വിഷ്ണുമായ ചാത്തനെ പ്രാർത്ഥിക്കുമ്പോഴും നമുക്ക് കിട്ടുന്നത് ഈ പറഞ്ഞ എല്ലാ ദേവന്മാരുടെയും അനുഗ്രഹം കൂടിയാണ്. എല്ലാ ദേവന്മാരുടെയും ചൈതന്യം ഒരുമിച്ച് വന്നിട്ടുള്ള ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ഒരു രൂപമാണ്, അല്ലെങ്കിൽ ആ മഹാവിഷ്ണുവിൻ്റെ ഒരു അവതാരം തന്നെയാണ് വിഷ്ണുമായ ചാത്തൻ. ഇതിങ്ങനെ എല്ലായിടത്തുണ്ട്, എല്ലാ പ്രപഞ്ചങ്ങളിലും ഏത് രൂപത്തിലും വിഷ്ണുമായനെ പ്രാർത്ഥിക്കുക. അതാണ് കൺകെട്ട് എന്നൊക്കെ പറയും ചില ആൾക്കാർ പണ്ടൊക്കെ. കൺകെട്ട് വിദ്യ, ചാത്തൻ്റെ അടുത്ത് കൺകെട്ട് നടത്തുക എന്നൊക്കെ പറയും. ചിലത് ഇപ്പോൾ കണ്ടു, അപ്പോൾ അവിടെ കണ്ടു എന്നൊക്കെ പറയും. ഇതൊക്കെ എന്താ, വിഷ്ണുമായയുടെ ചെറിയ കുസൃതികളാണ് ഇതൊക്കെ. ഭഗവാനെ ആരാധിച്ചാൽ, ഭഗവാനെ പ്രണയിച്ചാൽ ഭഗവാൻ ഒരു രീതിയിലും നമ്മളെ കൈവിടില്ല. അത് ഭഗവാൻ ഉറപ്പാണത്. ഭഗവാൻ അത് പകൽ പോലെ ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. ഭഗവാൻ നമ്മളൊരിക്കലും കൈവിടില്ല എന്നുള്ളത്. അപ്പം വിഷ്ണുമായ ചാത്തൻ, അപ്പോൾ വിഷ്ണുമായ എന്ന് പറയുന്ന ദേവനെ ഒരു എന്താ പറയുക, ഇപ്പം നമ്മൾ പരബ്രഹ്മം എന്നൊക്കെ പറയേണ്ടായി. അങ്ങനെ വലിയ വലിയ കാര്യങ്ങളാണ് അതൊക്കെ. എന്നിരുന്നാലും നമുക്ക് പറയാമല്ലോ, ഒരു വെളിച്ചമാണ് ഇതെല്ലാം. ഇരുട്ടിലുള്ള ഒരു വെളിച്ചം പോലെ, അല്ലെങ്കിൽ ഇതൊരു എനർജിയാണ്, ഒരു ശക്തിയാണ്. ഈ വിഷ്ണുമായ എന്ന് പറയുന്ന ദേവൻ ഒരു ശക്തിയാണ്. ഇപ്പോൾ നമുക്ക് ഇലക്ട്രിസിറ്റി എന്നൊക്കെ പറയുന്ന പോലെയാണ്. അപ്പോൾ ഇലക്ട്രിസിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ആയിട്ട്, ചൂടുള്ളപ്പോൾ ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം, ഇനി ഹീറ്ററായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം, ഫാൻ കറക്കാൻ ഉപയോഗിക്കാം, എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം. അതിന് പല രൂപങ്ങളായിരുന്നു. പക്ഷെ അതിന് മെയിൻ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി തന്നെയല്ലേ. അതുപോലെ തന്നെയാണ് വിഷ്ണുമായ എന്ന് പറയുന്ന ദേവനും ഇതുപോലെ തന്നെയാണ്. ചില ആൾക്കാർ വളരെ സ്വാത്വികമായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, വളരെ നീചമായിട്ട് ആ ഭഗവാനെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്.
ഇതെല്ലാം അവരവരുടേതായിട്ടുള്ള രീതിയാണ്. ഇവിടെ ഭഗവാൻ എന്ന് പറയുന്നത് വളരെ വളരെ പവിത്രമായിട്ടുള്ളൊരു ദേവനാണ്. ഇവിടെ ഭഗവാൻ വന്ന് ഭഗവാന്റെ അടുത്ത് കാൽക്കൽ നമ്മുടെ ശിരസ് നമസ്കരിച്ച് പറയുന്ന കാര്യങ്ങൾ എന്തോ അത് ഭഗവാൻ അവിടെ നടത്തിത്തരും. ആദ്യം വിഷ്ണുമായ എന്താണെന്നും വിഷ്ണുമായനെ ഉപാസിക്കുന്നതിന് പ്രത്യേക രീതികളൊന്നുമില്ല. എപ്പോഴാണോ വിഷ്ണുമായനെ പ്രാർത്ഥിക്കുന്നത് അന്നു മുതൽ വിഷ്ണുമായുടെ ഭക്തനായി നിങ്ങൾ, അങ്ങനെ പറയാം. എന്നാണോ വിഷ്ണുമായനെ അറിഞ്ഞ് വിഷ്ണുമായനെ പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ വിഷ്ണുമായനെ പ്രണയിക്കാൻ തുടങ്ങുന്നത് ആ സമയം മുതൽ ഭഗവാന്റെ ആളായി, ഭഗവാനായി പിന്നെ നിങ്ങളുടെ കൂടെ. അതുകൊണ്ട് തന്നെയാണ് എല്ലാത്തിൻ്റെയും അവസാനം വിഷ്ണുമായയിലേക്ക് എത്തുന്നത്. പല 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 സ്ഥലങ്ങളിലും പോയിട്ടും പല കാര്യങ്ങളും നടക്കാൻ പറ്റാണ്ട് പിന്നെയും വിഷ്ണുമായയിലേക്ക് എത്തുന്നത് ഭഗവാൻ അത്രയും പവർഫുള്ളായതുകൊണ്ടാണ്, അത്രയും ചൈതന്യമുള്ളത് കൊണ്ടാണ്. അപ്പോൾ എന്താണ് വിഷ്ണുമായ എന്നുള്ളതിന് ഒരു ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു. എനിക്ക് പറയാൻ പറ്റാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് മനസ്സിലാക്കി കാര്യങ്ങൾ എന്താണെന്നുള്ളത് ചിന്തിച്ചോളൂ.